സുധീഷ്, ഈ അമ്മയുടെ ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ രഞ്ജിത്തിനെതിരെയാണ് രേഖാമൂലം, ബംഗാൾ നടിയായിട്ടുള്ള ശ്രീലേഖ മിശ്ര രേഖാമൂലം പരാതി നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. അതുകൂടാതെ മറ്റ് ഏതെങ്കിലും നടന്മാർക്കെതിരെ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിയമ നടപടികൾ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ സുധീഷ്? ഇന്ന് തന്നെ മിനു മുനീർ എന്ന ഒരു നടി ഇന്ന് പരാതി നൽകിയിരുന്നു. 7 പേർക്കെതിരെയാണ് പരാതി നൽകിയത്. അതിൽ 4 പേർ ചലച്ചിത്ര താരങ്ങളാണ്. ജയസൂര്യ, ഇടവേള ബാബു, അതോടൊപ്പം തന്നെ മറ്റ് 2 നടന്മാര്, അതോടൊപ്പം തന്നെ മറ്റ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ സംവിധായകനായ ശ്രീകുമാർ മേനോനെതിരെയും അതോടൊപ്പം തന്നെ ബാബുരാജിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത്, ഇത്തരത്തിൽ പരാതി ലഭിച്ച ആൾക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം നടക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കേസെടുത്ത് അത്തരം കാര്യം ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ. എന്നാൽ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഇതിൽ ഇതുവരെയും ഒരു FIR ഇട്ടുള്ള നടപടിയിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ തന്നെയും രേഖാമൂലം പരാതി ഇത്രയും നടന്മാർക്കെതിരെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരായ വിച്ചു, അതോടൊപ്പം തന്നെ നോബിൾ എന്നിവർക്കെതിരെയും പരാതി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതും നിയമപരമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും പോലീസിന് ഉത്തരവാദിത്തമുള്ളതാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, സിനിമാ മേഖലയിൽ നേരിട്ട ചൂഷണങ്ങൾ ഇല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെ കേസെടുക്കേണ്ടി വരും. പലതിലും മറ്റ് ഒരു അനുവാദം കൂടാതെയുള്ള സ്പർശനം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ അതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കേണ്ടി വരും. ഒരുപക്ഷെ രഞ്ജിത്തിന് എടുത്തതിന് സമാനമായി തന്നെ IPC 354 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ പോലീസിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അതിൽ സ്വാഭാവികമായും ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി ചുമതല ഏറ്റിരുന്ന ബാബുരാജിന് എതിരെയും പരാതിയുണ്ട്. അപ്പോൾ അത് ഗൗരവതരമായി തന്നെ അമ്മയെ ബാധിക്കുന്നതാണ്. അതുമല്ല, ഇന്നത്തെ ഒരു കൂട്ടരാജിയിലേക്ക് നയിച്ചതിൽ സ്വാഭാവികമായും ബാബുരാജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങളും അമ്മയ്ക്കുള്ളിൽ ശക്തമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മോഹൻലാലിന് തന്നെ ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാവുന്ന ചില ശ്രമങ്ങൾ നടന്നെങ്കിലും ആ ചർച്ചകൾ ഒന്നും തന്നെ പോവാതെ നേരത്തെ സിദ്ദിഖ് രാജിവെച്ചപ്പോൾ കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ അത് ഓൺലൈനായി കൂടിയതായിരുന്നു. അന്ന് തന്നെ ഈ പരസ്യ പ്രതികരണങ്ങളിലേക്കും മറ്റും പോയി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നിരുന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷവും ശക്തമായ രീതിയിൽ ഇത്തരം പ്രതികരണങ്ങളുമായി ഓരോ അമ്മയുടെ സംഘടനാ ഭാരവാഹികൾ അടക്കം രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിനെ താൻ പറഞ്ഞാലും നിൽക്കുന്നില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക പ്രയാസകരമാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഒരു മോഹൻലാൽ ആ ഒരു രാജിയിലേക്ക് പോകുന്നത്. ഏറെ വിഷമത്തോടെയാണ് മോഹൻലാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ കണ്ടതെന്നും പറയപ്പെടുന്നു. ആ ഒരു രീതിയിൽ രാജിവെക്കുന്നു. പിന്നീട് ഇതിനെ ആര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചോദ്യത്തിന് മുന്നിലാണ് കൂട്ടരാജി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പോലീസിന് സ്വാഭാവികമായും ഇപ്പോൾ പരാതി ലഭിച്ചതിൽ കേസെടുത്ത് FIR ഇട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിൽ 7 പേർക്കെതിരെയാണ് മിനു മുനീർ എന്നുള്ള നടി പരാതി നൽകിയത്. അതിനു പുറമെയാണ് മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയത്. അത് ശ്രീകുമാർ മേനോനും ബാബുരാജിനുമെതിരെയാണ്. അവർ നാട്ടിലെത്തി, ഇപ്പോൾ കേരളത്തിലില്ല. നാട്ടിലെത്തിയ ഉടനെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകുമെന്നും അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ നിലനിൽക്കെ തന്നെയാണ് ഇന്ന് മറ്റു പരാതികൾ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നത്. അത്തരത്തിൽ സന്ധ്യ എന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റും പരാതി ഉന്നയിക്കുന്നു. അത് വിച്ചുവിനെതിരെയും ചലച്ചിത്ര നടൻ മുകേഷിനെതിരെയുമാണ് പരാതി ഉന്നയിച്ചത്. അവരുടെ സുഹൃത്തിന്റെ അമ്മയ്ക്ക് നേരെ മോശമായ പെരുമാറ്റം മുകേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയുന്നു. എന്നാൽ ആ സുഹൃത്ത് ആരാണെന്ന് പോലും പറയാനോ പരാതി നൽകാൻ തയ്യാറാകില്ലെന്നും അവർ വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ അത് നിലനിൽക്കുന്നതല്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വാർത്തയിലൂടെ മാത്രം അത് അവസാനിക്കുന്നതാണ്. എന്നാൽ പോലും മറ്റു പലരും പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ സിനിമാ താരങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ ഇത്തരം ആരോപണ വിധേയർക്കിടയിൽ വലിയ ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നിയമപരമായി പോലീസിലെ സംസ്ഥാന സർക്കാർ നിഷ്പക്ഷമായി മുന്നോട്ട് പോയാൽ പലർക്കും എതിരെ ശക്തമായ നടപടി എടുക്കേണ്ടി വരും. പലരും ജയിലിൽ അടയ്ക്കപ്പെടും എന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും. വിനോദ്, തീർച്ചയായും സുധീഷ്, അതേപോലെ മറ്റൊരു കാര്യം, ഈ സംഘടനയിൽ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു അമ്മ കൃത്യമായി പ്രതികരിച്ചില്ല, അമ്മയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നടൻ ജഗദീഷ്, ഇവരൊക്കെ സംഘടനയുടെ പ്രവർത്തനം
കാര്യക്ഷമമല്ല എന്ന വിമർശനം ഉന്നയിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായും സംഘടനയിൽ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേട്ടത് അങ്ങനെയെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ചവർ ഈ സംഘടന നയിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായം വന്നിരുന്നു. അങ്ങനെയെങ്കിൽ പൃഥ്വിരാജ്, ജഗദീഷൊക്കെ അടങ്ങുന്ന ഒരു ടീം, പുതിയൊരു ടീം അമ്മയുടെ നേതൃനിരയിലേക്ക് വരും എന്ന് കരുതുന്നുണ്ടോ സുധീഷ്? വിനോദ്, അതിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ശക്തമായ നിലപാടുകളായിരുന്നു ഇതിൽ ജഗദീഷും പൃഥ്വിരാജും എല്ലാം സ്വീകരിച്ചത്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആര് മുന്നിട്ടിറങ്ങും എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിലുപരിയായി ഈ അമ്മ സംഘടന നിരവധി അംഗങ്ങൾ ഉള്ളതാണ്. അതിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അത്തരം ജനബോഡി വിളിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ജഗദീഷ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയായി ആര് വരും, ആരെങ്കിലും നിർത്താൻ സാധ്യതയുണ്ടോ? അത്തരത്തിലൊക്കെയുള്ള നീക്കങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പുതിയ ഭാരവാഹികളായി ആര് വരും എന്നത് സംബന്ധിച്ച് ഒരു പ്രവചനം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തു തന്നെയായാലും ഇനിയും വരുന്ന ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ ജഗദീഷ് അടക്കം ഉണ്ടാകാം. അതോടൊപ്പം തന്നെ WCCയുടെ ഭാഗമായി നിൽക്കുന്ന, ഇല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടി വാദിക്കുന്ന, വനിതകൾക്ക് വേണ്ടി പോരാടുന്നു എന്ന നിലയിൽ നിലകൊള്ളുന്ന, ഇല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തപ്പെടുന്നവർ ആ മത്സരരംഗത്തുണ്ടാവാം. ആ രീതിയിൽ ശക്തമായ മത്സരം ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഐകകണ്ഠ്യേന തന്നെ ആ ഒരു പാനലിനെതിരെ ആരും മത്സരിക്കാതെ തെരഞ്ഞെടുക്കപ്പെട്ടേക്കാം. എന്തു തന്നെ ആയാലും ഇതൊരു മാറ്റത്തിന്റെ തുടക്കമായി തന്നെ കാണേണ്ടി വരും. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിനെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആ പുതിയ കമ്മിറ്റിക്കും വലിയ ബാധ്യതയായി തന്നെ നിലനിൽക്കും. കാരണം ഇപ്പോൾ തന്നെ കടുത്ത ഭിന്നിപ്പാണ് അമ്മയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത്. ആ ഭിന്നിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിലെ അംഗങ്ങൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭിന്നിപ്പിന്റെ പ്രതിഫലനം ഉണ്ടായി അതൊരു മത്സരത്തിലേക്ക് മറ്റു പോവുമോ, ഏത് രീതിയിലാവും, അതൊരു ആരോഗ്യപരമായ രീതിയിൽ തന്നെ അവസാനിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ നിഷ്പക്ഷമായി വരുന്നവർ വന്നാൽ ഇപ്പോൾ തന്നെ ആരോപണ വിധേയരായി നിലനിൽക്കുന്ന വിവിധ നടന്മാരുണ്ട്. അവർക്കൊക്കെ എതിരായ നിലപാട് അവരെ പൂർണ്ണമായും സംഘടനയിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് പോവോ, ഇപ്പോൾ തന്നെ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ അംഗത്വത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കണം. ദിലീപിനെ മുൻപ് അത്തരത്തിൽ പുറത്താക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ആ രീതിയിലുള്ള കർശന നടപടിയിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും നോക്കിക്കാണേണ്ടതുണ്ട്. പണ്ട് നമുക്കറിയാം ആദ്യം സുധീഷ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 4.5 വർഷം മുമ്പാണ്. അപ്പോൾ അവർ ആ കമ്മിറ്റിയിൽ പറയുന്ന, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നത് ആ കാലയളവിലാണ്. പക്ഷേ ആ കാലയളവിലെ ഭാരവാഹികളല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അന്ന് ഇന്നസെൻ്റ്, അതേപോലെ തന്നെ ഇടവേള ബാബു അടക്കമുള്ള ഒരു നേതൃനിരയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലയളവിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി വന്നു, അദ്ദേഹം രാജിവെക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദികൾ എന്നുള്ള നിലയിൽ പറയാൻ കഴിയുമോ സുധീഷ്? വിനോദ്, കൃത്യമായി തന്നെയും ഈ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ 2000 മുമ്പ് മുതലുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണസമിതികൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ അമ്മയുടെ ഭരണസമിതി സമ്പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കുന്നു. അതിനു മുമ്പായി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ചു. പിന്നീടാണ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജിന് താൽക്കാലിക ചുമതല നൽകുന്നു. പക്ഷേ ബാബുരാജിനെതിരെയും സമാനമായ നിലയിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അതേ തുടർന്ന് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ആര് എന്നുള്ള അത് വലിയ ചോദ്യചിഹ്നമായി. അതിനിടെയാണ് ഇന്ന് അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി ചേർന്നത്. ഓൺലൈനായി ചേർന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയായിരുന്നു. മോഹൻലാൽ പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിടുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. പിന്നീട് അടുത്ത ഭരണസമിതി 2 മാസത്തിനകം അടുത്ത ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടും. അതുവരെ നിലവിലുള്ള ഈ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിയായി പ്രവർത്തിക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇതേ കമ്മിറ്റി തന്നെ നേതൃത്വം നൽകും. വിമർശിച്ചതിനും അതേപോലെ തന്നെ തെറ്റ് തിരുത്തിയതിനും ഒക്കെ നന്ദി എന്നുള്ള കാര്യം രാജിക്കത്തിൽ മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. സുധീഷ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമ്മയുടെ ഭരണസമിതി, പ്രത്യേകിച്ചും ഈ നിലവിലുള്ള ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്ത മോഹൻലാൽ രാജിവെക്കുമ്പോഴും ഈ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രേഖപ്പെടുത്തിയ കാലയളവിലെ ഭാരവാഹികൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ സുധീഷ്? വിനോദ്, ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ആ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ എന്നാണ് ഉണ്ടായത്. അതിലുപരി ഇത് സംബന്ധിച്ച പരാതികൾ അമ്മയിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇരുന്നവർക്കാണ് ഏറ്റവും ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ളത്. അവരാണ്
പൊതുസമൂഹത്തോട് ഇല്ല ഈ നടിമാരോടെല്ലാം തന്നെ മാപ്പ് പറയേണ്ടതും. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സമീപനങ്ങളിൽ അമ്മയുടെ സമീപനം പോരാ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്വീകരിച്ച സമീപനം ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനം ഉണ്ടായി. അത്തരം വിമർശനങ്ങളുടെ കൂടി അത്തരം തിരുത്തൽ നിർദ്ദേശങ്ങളുടെ കൂടി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടരാജിയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഉണ്ടായ പ്രതികരണങ്ങൾ അത് അമ്മ സംഘടനയ്ക്കെതിരെ അമ്മയുടെ ഭാരവാഹികളിൽ തന്നെ ചിലർ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പ്രസിഡന്റ് ഇരിക്കുന്ന ഇല്ല ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടവരെ മറികടന്നുകൊണ്ടുള്ള അത്തരം പ്രതികരണങ്ങളെല്ലാം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ രാജിയുള്ളത്. ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ സംഘടനയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കണ്ടാണ് ആ ഒരു ഘട്ടത്തിൽ ഇനിയും കൂട്ടി ഒരുമിപ്പിച്ച് ഇതിനെ കൊണ്ടുവരും. ഇതിലെ ഭാരവാഹികൾക്കെതിരെ തന്നെ സിദ്ദിഖിനെതിരെ പരാതി വരുന്നു. അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനെതിരെ വരുന്നു. ഈ കാര്യത്തിലൊക്കെ തന്നെ കടുത്ത വിമർശനവുമായി വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. അപ്പോൾ ഇത് ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക ഇല്ലെങ്കിൽ അമ്മ എന്ന ഭാരവാഹികൾ അവർ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയ ഒരു പശ്ചാത്തലം കൂടി ഈ രാജിക്ക് പിന്നിലുണ്ട്. അത് ആ ഒരു ആക്ഷേപം വരുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രസിഡന്റിലേക്കും എത്തുന്നു എന്നത് ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാൽ രാജിക്ക് തയ്യാറാവുന്നത്. മോഹൻലാൽ കടുത്ത നിരാശയിലായിരുന്നു. ഇതിനെ യോജിപ്പിച്ചുകൊണ്ടുവന്ന അമ്മ എന്ന സംഘടന ഏറ്റവും ശക്തമായ നിലകൊണ്ട് ഇതിനെ ശുദ്ധീകരിക്കേണ്ട ഇല്ലെങ്കിൽ ഇതിനെതിരെ പോരാടേണ്ട ഒരു സാഹചര്യത്തിൽ അതിന് ഉള്ള ഒരു സാഹചര്യം ഒരുക്കാതെ അത് ഭിന്നിപ്പിലേക്ക് മാത്രം പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാജി എന്നത് എടുത്തു പറയേണ്ടി തന്നെ വരും. എന്തു തന്നെയായാലും മോഹൻലാൽ ഇപ്പോഴുണ്ടായി കമ്മിറ്റി രൂപീകൃതമായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഉള്ള സംഭവങ്ങളിൽ പൂർണ്ണമായും ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പുള്ള വലിയ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അമ്മയുടെ പഴയ ഭാരവാഹികളുടെ കാലത്ത് അത് ഇന്നസെന്റ് ഇരുന്ന കാലത്തായാലും ഇടവേള ബാബുവിന്റെ ഒക്കെ കാലത്തെല്ലാം തന്നെ അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. എന്നാൽ അതിന്റെ എല്ലാം കൂടി ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ ഈ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കൂട്ടരാജി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും വിനോദ്. തീർച്ചയായും അമ്മയുടെ ഭാരവാഹികൾ സമ്പൂർണ്ണമായി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിലുള്ളത്. ഈ ഭരണസമിതി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൊച്ചിയാണ് അമ്മയുടെ ആസ്ഥാനം. അപ്പോൾ 2 മാസത്തിനകം പുതിയ ഭരണസമിതി നിലവിൽ വരും എന്ന് പറയുന്നു. അപ്പോൾ സുധീഷ്, ഈ പുതിയ ഭരണസമിതി വരുമ്പോൾ യാതൊരുവിധ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ലാത്ത വ്യക്തികൾ നേതൃനിരയിലേക്ക് വരണം. വനിതയായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വനിത വേണം എന്നുള്ള ഒരാവശ്യവും ശക്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നേ വരെ ഭാരവാഹികളായി ഇരുന്നിട്ടില്ലാത്ത പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ അമ്മയുടെ നേതൃനിരയിലേക്ക് വരും എന്നുള്ള കാര്യം വ്യക്തമല്ലേ സുധീഷ്? വിനോദ്, പുതിയ ഒരു ഭാരവാഹികൾ വരുമ്പോൾ സ്വാഭാവികമായും WCCയെ കൂടി ഇല്ലെങ്കിൽ അവരുടെ പിന്തുണയോട് കൂടിയ ആൾക്കാർ ഇല്ലെങ്കിൽ അവരിൽ നിന്നൊരാൾ ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ തിരുത്തലിന് വേണ്ടി വലിയ രീതിയിൽ വാദിച്ചവർ അവരിൽ നിന്നുള്ളവർ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത്തരത്തിൽ വരുമ്പോഴും അത് എത്രത്തോളം സുഗമമായി ആവും മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു മുൻവിധി ഒരിക്കലും സാധ്യമല്ല. എന്തു തന്നെയായാലും അമ്മയ്ക്കുള്ളിൽ വലിയ ഒരു മാറ്റത്തിനുള്ള വാതിൽ തുറക്കുന്നു. ഇനിയും ഈ അമ്മയിലെ അംഗങ്ങൾ തന്നെ ആണ് അതിന് ഏത് ആൾക്കാർ വേണം എന്നതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അതെ, ആ സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് ആ തീരുമാനമെടുക്കേണ്ടത്. ആരാണ് ഇനി നേതൃനിരയിലേക്ക് വരേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കണം. പ്രത്യേകിച്ചും വനിതയായിട്ടുള്ള ആൾ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഒന്നീ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള പൊതു അഭിപ്രായം സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരം മാറ്റങ്ങളും അമ്മയിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും സിനിമാ ലോകത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഈ മണിക്കൂർ കടന്നുപോയത്. അമ്മയുടെ ഭാരവാഹികൾ എല്ലാവരും രാജിവെച്ചിരിക്കുന്നു. മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നു.